എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗം സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അസാധ്യമായിട്ടുള്ള സദ്യയൊക്കെ കഴിച്ച് നല്ല ഉഷാറായിട്ട് നിൽക്കുകയാണ് നമ്മുടെ കല്യാണിയും കിരണും ഒക്കെ. അപ്പം മനോഹറിന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനോഹർ അവിടെ ഭംഗിയായിട്ട് തന്നെ ചെയ്യുമെന്നുള്ള കാര്യം കിരണിനും കല്യാണിക്കും ഒക്കെ നല്ല രീതിയിൽ തന്നെ അറിയാം. അതിന് മുന്നോടിയായിട്ടാണെങ്കിലോ വിക്രത്തിനിട്ട് കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കണമല്ലോ. വിക്രത്തിനെ നിർത്തിപ്പൊരിക്കുകയാണ് കല്യാണി. അതെ, നിന്നെ പോലെയുള്ള ഒരുത്തനെ വിക്രമാദിത്യ എന്നുള്ള പേരൊക്കെ ഇട്ട് വിളിച്ച് നിന്റെ അച്ഛനെ പറഞ്ഞാൽ മതി. അവസാനം നീ വലിയ രാജാവാകും എന്നൊക്കെ വിചാരിച്ചിട്ട് രാജാവ് പോയിട്ട് ഒരു പ്രജ പോലും ആകാത്ത അവസ്ഥയാണല്ലോടാ. നിനക്ക് ഇനി പറഞ്ഞിരിക്കുന്നത് ജയില് തന്നെയാണെന്നും നിന്നെ പോലെയുള്ള ഒരു കൊടും കുറ്റവാളി അവൻ ശിക്ഷിക്കപ്പെടാതെ പോകരുത് എന്നുള്ള കാര്യമൊക്കെ കല്യാണി പറയുമ്പം വിക്രത്തിന് ദേഷ്യം വരുന്നത് പോലെ തന്നെ നമ്മുടെ പ്രകാശനും അങ്ങ് ദേഷ്യം വരികയാണ്. അപ്പം മൂങ്ങാമുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, അതെ മോളെ, എത്രയൊക്കെ വന്നാലും നിന്റെ അനിയനല്ലേ, അപ്പം അതുകൊണ്ട് നീ അങ്ങനെയൊന്നും അവനെ പറയരുത്, അവൻ നിന്റെ ചോര തന്നെയല്ലേ എന്നൊക്കെ പറയുമ്പം മുത്തശ്ശി എന്തറിഞ്ഞിട്ടാണ്, നിങ്ങളും നിങ്ങളുടെ മകനും കൂടിയാണ് ഇവനെ ഇത്രയും വലിയ വൃത്തികെട്ടവനാക്കി വളർത്തി വെച്ചിരിക്കുന്നത്. ഇവൻ എന്തുമാത്രം ക്രൂരതകളാണ് ഓരോരുത്തരോടും ചെയ്തതെന്ന് മുത്തശ്ശിക്ക് അറിയാവോന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. കാര്യം ഇവൻ ഇങ്ങനെ അധികം ഇത്രയും വഷളായത് ഈ അച്ഛനും മുത്തശ്ശിയും കൂടി പുന്നാരിച്ചിട്ടാണ് എന്നുള്ള കാര്യം മുത്തശ്ശിക്ക് ചില സന്ദർഭങ്ങളിലൊക്കെ മനസ്സിലായിട്ടുള്ളതാണല്ലോ. ഇവനാണെങ്കിൽ ഒരു വേലയ്ക്കും കൂലിക്കും ഒന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. തൻ്റെ അച്ഛൻ പണിയെടുത്ത് കൊണ്ടുവരുന്നത് കൊണ്ട് കഴിയാനായിട്ടുള്ള പ്ലാനില്. പക്ഷേ മുത്തശ്ശി ഒരക്ഷരം പോലും മിണ്ടാതെ നിൽക്കുമ്പോൾ പ്രകാശം പറയുന്നുണ്ട്, അതെ നീ വലിയ വർത്താനൊന്നും പറയണ്ട കല്യാണി, നീ ഇപ്പം വന്നു, സദ്യ കഴിച്ചു, ഇനി ഇവിടുന്ന് മടങ്ങിപ്പോയിക്കോണം എന്നുള്ള കാര്യം പറയുമ്പം ശരണ്യ അങ്ങോട്ട് കയറി ഇടപെടുകയാണ്. അതെ, അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഞാനാണ്. എനിക്കിഷ്ടമുള്ള ആൾക്കാർ ഈ വീട്ടിൽ വരും, ഇവരെനി ഈ വീട്ടിൽ വരും. ആ സമയത്തും നിങ്ങൾ ഇതുപോലെ ചിലപ്പം വെച്ച് വിളമ്പേണ്ടിയൊക്കെ വരും. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും പ്രകാശനും ദേഷ്യം മൂത്തിട്ട് വയ്യ. അവസാനം നമ്മുടെ ആൽബിയും അതുപോലെ തന്നെ സോണിയെ ശല്യം ചെയ്യരുതെന്നുള്ള ഒരു അന്ത്യശാസനം കൊടുത്തിട്ട് അവരവിടുന്ന് മടങ്ങുക കേട്ടോ. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ശാരിദ നാരങ്ങ വെള്ളമൊക്കെ കലക്കി കൊടുത്തു നമ്മുടെ രാഹുല് ബോധമൊക്കെ പോയി കിടക്കുകയാണല്ലോ. പുള്ളിക്കാരനെ വലിയ കഷ്ടത്തിൽ താങ്ങിയെടുത്തു 3 പേരും കൂടെ മെന്റൽ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ആശുപത്രിയിൽ എത്തിച്ച പാടെ തന്നെ സ്ട്രക്ചറിലൊക്കെ കയറ്റി ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കിനും നമ്മുടെ മനോഹറാണ് കയറി നിന്ന് കാര്യങ്ങളൊക്കെ പറയുന്നത്. തൻ്റെ അമ്മായിയച്ഛനാണെന്നും അച്ഛന് ചെറിയ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ഡോക്ടറിനോട് പറയുമ്പോഴത്തേക്കിനും ഡോക്ടറാണെങ്കിൽ വേണ്ട വിധം എല്ലാം ചെയ്തോളാം. എന്നിട്ട് നമ്മുടെ ചാരിയെയും സരയുനെയും പുറത്ത് നിർത്തിയിട്ട് മനോഹർ വന്ന് പറയാണ്, അതെ ചിലപ്പോൾ കുറച്ച് ദിവസം ഇവിടെ കിടക്കേണ്ടിയൊക്കെ വരും, അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കാര്യത്തിൽ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ വിഷമിക്കുമൊന്നും വേണ്ട, പിന്നെ നീയും അമ്മയും ഒക്കെ ആശുപത്രിയിൽ നിന്ന് വിഷമിക്കുമൊന്നും വേണ്ട, ഞാൻ തന്നെ അച്ഛനെ പരിചരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിന് വലിയ നല്ല പുള്ളിയൊക്കെ ചമഞ്ഞ് അവിടെ നിൽക്കുകയാണ്. എങ്ങനെയും നമ്മുടെ കിരണും കല്യാണിയും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ രാഹുലിനെ ഒരു മുഴുവട്ടനാക്കി ആശുപത്രിയിൽ നിന്ന് ഇറക്കണം എന്നുള്ള ആ ഒരു പ്ലാനിലാണ് നമ്മുടെ മനോഹർ ഈ കളിയൊക്കെ കളിക്കുന്നത്. അപ്പം അതിനുവേണ്ടി അവർ ചെറിയൊരു കാര്യങ്ങളൊക്കെ നമ്മുടെ മനോഹറിന് ഓഫറും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പ്രതീക്ഷകളിലൊക്കെയാണ് മനോഹർ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അപ്പം ഈ സമയത്താണെങ്കിലോ ശാരിയാണെങ്കിൽ വലിയ വിഷമത്തിലൊക്കെയാണ്. എൻ്റെ ചേട്ടന് ഞാൻ നാരങ്ങ വെള്ളമൊക്കെ കലക്കി കൊടുത്തു, ഇങ്ങനെ ഇപ്പോൾ ആശുപത്രി വരെ എത്തിച്ചു, ഇനി അവർ വല്ല ഷോക്കോ എന്തെങ്കിലും കൊടുക്കുമോ, ആള് വയലൻ്റ് ആകുമോ എന്നൊക്കെയുള്ള പേടിയാണ് നമ്മുടെ ശാരിക്കുള്ളത്. അപ്പം ശാരിയെ ആശ്വസിപ്പിക്കുകയാണ് സരയു. അമ്മ അങ്ങനെയൊന്നും വിചാരിക്കുമൊന്നും വേണ്ടമ്മേ, അച്ഛൻ പഴയതുപോലെ നല്ല ആക്റ്റീവായിട്ട് നമ്മളോടൊപ്പം വരാൻ വേണ്ടിയിട്ടാണല്ലോ, അതുകൊണ്ട് തന്നെ അമ്മ വിഷമിക്കുമൊന്നും വേണ്ടാന്നും പറഞ്ഞ് ഇവള് സമാധാനിപ്പിക്കുക. എന്നാലും തൻ്റെ അച്ഛൻ ഇങ്ങനൊരു അവസ്ഥ വന്നതിൽ സരയുവിനും നല്ല വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മനോഹറാണെങ്കിൽ മോള് സങ്കടപ്പെടുവൊന്നും വേണ്ട, മോൾ എന്തിനാ വിഷമിക്കുന്നത്, ഈ ഏട്ടനില്ലേ ഇവിടെ, മനുവേട്ടൻ ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും നടത്തിക്കോളാന്നും പറഞ്ഞ് സരയുനെയും ചാരിയെയും അവിടുന്ന് കെട്ടുകെട്ടിക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ നേരെ പോയി ഡോക്ടറിനെ കണ്ടിട്ട് കാര്യങ്ങൾ പറയാട്ടോ. എൻ്റെ പൊന്നു ഡോക്ടറെ, ഒരു രക്ഷയില്ല, ഈ മനുഷ്യൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വലിയ വിഷയമാകും, അതുകൊണ്ട് ഡോക്ടർ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റോ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അച്ഛൻ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കും, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെയോ അമ്മായിയമ്മയുടെയോ കഴുത്തിന് പിടിക്കും, അങ്ങനെയുള്ളൊരവസ്ഥയാണെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പിഴിഞ്ഞ് ഡോക്ടറിനെ കൊണ്ട് നമ്മുടെ രാഹുലിന് ഷോക്ക് കൊടുപ്പിക്കാനുള്ള പ്ലാനാണ് ഇവനിടുന്നത്. അപ്പം ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ്. പ്രകാശൻ മൂങ്ങാ മുത്തശ്ശിയോടും അതുപോലെ തന്നെ നമ്മുടെ വിക്രത്തിനെയും നിർത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്.
ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ശരിയാകില്ല. കല്യാണി കയറി ഇപ്പതാ എൻ്റെ തലയിൽ കയറി നിരങ്ങുന്ന അവസ്ഥയായി. അതുകൊണ്ട് തന്നെ ഇനി അവളെ ഒന്ന് തളയ്ക്കാതെ ഒരു രക്ഷയില്ല. അതിന് എന്ത് കടുത്ത കൈക്കും താൻ നിൽക്കും. അതിന് രാഹുലിനെ കൂട്ടുപിടിക്കാനാണ് തൻ്റെ പ്ലാൻ എന്നുള്ള കാര്യമൊക്കെ വിക്രത്തോടും മുത്തശ്ശിയോടും പറയുമ്പം മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട്, മോനെ അവരെങ്ങനെയും ജീവിച്ചോട്ടെ, ഇനി നീയായിട്ട് ഒരു വിഷയം ഉണ്ടാക്കാൻ പോകണ്ടെന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോഴത്തേക്കിനും പ്രകാശനാണെങ്കിലോ അതെ അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മ പറഞ്ഞതാണ് എൻ്റെ ഭാര്യയെ പോയി തിരികെ വിളിക്കാൻ. പക്ഷേ അവളുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് അവൾ ഇന്നും കല്യാണിയുടെ കൂടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ തള്ളിക്കളഞ്ഞ ഒരുത്തിയാണ് ഈ കല്യാണിയെ ഒരു കാരണവശാലും ഞാൻ എൻ്റെ മകളായിട്ട് അംഗീകരിക്കുകയില്ല എന്നും പറഞ്ഞ് ഒറ്റക്കാലേ നിൽക്കുകയാണ് പ്രകാശൻ. അപ്പം എന്തായാലും അവൾ ഈ വീട്ടിൽ വന്ന് ഇത്രയധികം ഷോ കാണിച്ചു. ഇതിനെല്ലാം കൂട്ടുനിന്ന ശരണ്യയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ച് ഇതിനൊക്കെ ഒരു തീരുമാനമാക്കിയിട്ട് ഈ പ്രകാശം തിരികെ ഈ വീട്ടിലേക്ക് വരുള്ളൂ എന്നും പറഞ്ഞ് ആശാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പം നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ വിക്രമാണെങ്കിൽ എന്തെങ്കിലും ചെയ്യട്ടെ, നിങ്ങളുടെ ശല്യം തീർന്നാൽ മതിയെന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം മുത്തശ്ശി പുറകെ പോയി വിളിക്കുന്നുണ്ട്, മോനെ എടാ പ്രകാശ, അമ്മ പറയുന്നത് കേൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ ഇതൊന്നും കേൾക്കുന്നില്ല. പ്രകാശൻ അങ്ങ് പോവുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിലോ ഇവിടെ ആശുപത്രിയിൽ പുള്ളിക്കാരനെ എത്തിച്ച വിവരമൊക്കെ നമ്മുടെ കിരണിനെ വിളിച്ച് പറയണമല്ലോ. അതിനുവേണ്ടി മനോഹറാണെങ്കിൽ ഫോൺ എടുത്ത് വിളിക്കുകയാണ്. അതെ കിരൺ സാറ് പറഞ്ഞതുപോലെ തന്നെ സാറിൻ്റെ അമ്മാവനെ ഞാൻ ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. പിന്നെ സാറേ ഡോക്ടറിൻ്റെ കാര്യങ്ങളെല്ലാം സാറ് നോക്കിക്കോളുമല്ലോ. ഡോക്ടറിന് ഒരു സംശയമില്ലാത്ത രീതിയിൽ ഞാൻ എല്ലാം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സാറൊന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം റെഡിയാകും കേട്ടോ. എന്തായാലും ഇവിടെ നിന്ന് പുള്ളിക്കാരൻ ഇറങ്ങുന്നത് മുഴുവട്ടായിട്ട് തന്നെ ആയിരിക്കും. ഇപ്പം തന്നെ ഷോക്ക് കൊടുക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കല്യാണി അടുത്തിരുന്ന് കേൾക്കുകയാണ്. അപ്പം കല്യാണിയാണെങ്കിലോ എന്തായാലും ആ ദുഷ്ടൻ ഇത് തന്നെയാണ് കിട്ടേണ്ടത്. അയാൾ ഒരുപാട് ക്രൂരതകൾ ചെയ്തു. എല്ലാവരെയും പച്ചക്ക് കൊളുത്തി ആസ്വദിക്കാൻ നിന്നവനാണല്ലോ. അവൻ ഇതിൽ പരം ഒരു ശിക്ഷ ഇനി കിട്ടാനില്ല. അവൻ നരകിച്ച് തന്നെ ചാകണം എന്നും പറഞ്ഞിങ്ങനെ കിരണിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പം കിരൺ പറയുന്നുണ്ട്, എന്തായാലും മനു നീ അവിടെ ഉണ്ടാവണം. നീ ഇല്ലെങ്കിൽ അറിയാലോ, ഈ കിരണിന്റെ സ്വഭാവം നിനക്ക് അറിയാലോ എന്നൊക്കെ പറഞ്ഞ് ചെറിയ രീതിയിൽ നമ്മുടെ മനോഹറിനെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് കിരൺ. അപ്പം മനോഹർ പറയുന്നുണ്ട്, കിരൺ സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇവിടുത്തെ കാര്യമെല്ലാം ഞാൻ പക്കായാക്കി വെച്ചിട്ടുണ്ട്. ശാരിയൻ്റെയും സരയിനെയും ഒക്കെ ഞാൻ പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും അവർക്കാർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിലാണ് കാര്യങ്ങളെല്ലാം ഞാൻ നീക്കിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവൻ വലിയ കാര്യത്തിന് സംസാരിക്കുമ്പം ആയിക്കോട്ടെ ഡോക്ടറിനെ ഞാൻ വിളിച്ച് സംസാരിച്ചോളാം എന്നും പറഞ്ഞ് കിരൺ ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ അതൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ ശാരിയും സരയും കൂടി വീട്ടിലെത്തിയിട്ടോ. എത്തിയ പാടെ തന്നെ ശാരിക്കാണെങ്കിൽ വലിയ വിഷമമാണ്. തൻ്റെ കെട്ടിയവൻ ആശുപത്രിയിലാണല്ലോ. അപ്പം അദ്ദേഹത്തെ പരിചരിക്കാനൊന്നും തനിക്ക് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് വിഷമത്തിലൊക്കെയാണ് ശാരി ഇരിക്കുന്നത്. അപ്പം സരയു പറയുന്നുണ്ട്, അമ്മ മനുവേട്ടൻ അവിടെ ഉണ്ടല്ലോ, മനുവേട്ടൻ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നതിലും ഭംഗിയായിട്ട് തന്നെ നോക്കും. അമ്മയും അച്ഛനെയും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പം തന്നെ അച്ഛൻ എത്രമാത്രം എൻ്റെ മനുവേട്ടനെ ഉപദ്രവിച്ചു. എന്നിട്ടും അച്ഛനോട് ഒരു ദേഷ്യവും കാണിക്കാതെ അച്ഛൻ്റെ അസുഖമൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഏട്ടൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് നല്ല വർത്താനമൊക്കെ പറയുമ്പം ശാരി അങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങോട്ടേക്ക് നമ്മുടെ പ്രകാശം വരിക കേട്ടോ. പ്രകാശം വരുമ്പോഴത്തേക്കിനും ആ പ്രകാശനാണോ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പം അതെ രാഹുലില്ലേ, അവനെ ഒന്ന് വിളിച്ച് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ്. അപ്പം രാഹുലേട്ടന് ചെറിയ വയ്യായികയൊക്കെ ഉണ്ട്, ഏട്ടൻ ഇപ്പം ഇവിടെ സ്ഥലത്തില്ലല്ലോ, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പം അതെ തിളച്ച് നിങ്ങളുടെ അനന്തരക്കാരത്തെയും കൂടി ഇപ്പൊ എന്റെ തലയിൽ കയറിയിരുന്നാണ് നിരങ്ങുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കിനും സരയു പറയുന്നുണ്ട്, അല്ല ഈ അനന്തരവൾ എന്ന് പറഞ്ഞത് നിങ്ങളുടെ മകളാണോ എന്ന് ചോദിക്കുകയാണ്. മകളാണെന്ന് ഇപ്പൊ പറയാനല്ലേ പറ്റുള്ളൂ. എനിക്ക് അവളോട് യാതൊരുവിധ താല്പര്യവും. അവളെ എൻ്റെ മകളായിട്ട് പോലും ഞാൻ കണക്കാക്കിയിട്ടില്ല എന്നും പറഞ്ഞ് പ്രകാശം പറയുകയാണ്. എനിക്ക് രാഹുലിനെയാണ് അത്യാവശ്യം കാണേണ്ടത്. എങ്ങനെയെങ്കിലും രണ്ടിൻ്റെയും കഥ കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യമൊന്നും പറഞ്ഞ് സംസാരിക്കുമ്പോഴത്തേക്കിനും സരയു പറയാണ്, ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വല്ലതും പ്രകാശൻ അറിയാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പ്രകാശനാണെങ്കിൽ ഒന്നും അറിയാത്ത മട്ടിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം നമ്മുടെ ശാരി സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുക. ഇവിടെ ഇപ്പൊ നടന്നതെന്ന് പറഞ്ഞാലേ ആൽബിയും സോണിയും തമ്മിലുള്ള വിവാഹം നടന്നു. അതും രൂപ സ്വത്തുക്കളുടെ പകുതി അത് എൻ്റെ മോളുടെ പേരിൽ എഴുതി കൊടുക്കാന്ന് വരെ പറഞ്ഞതാണ്. എന്നിട്ട് കൂടി അവൾ എഴുതിയില്ല. അത് മുഴുവനും പകുതി അവളുടെ മകളുടെ പേരിൽ എഴുതി കൊടുത്തു. പിന്നെ കിരണിനെ എങ്ങനെയെങ്കിലും ഒതുക്കാന്ന് വിചാരിച്ചാൽ അതും നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ ഒതുക്കി എൻ്റെ കെട്ടിയവൻ ആശുപത്രിയിലാണ് എന്നുള്ള കാര്യം പറയുമ്പം രാഹുലിന് എന്ത് പറ്റിയെന്നും ചോദിച്ച് പ്രകാശൻ ഇങ്ങനെ കാര്യം അന്വേഷിക്കുക. അദ്ദേഹത്തിന് എന്തൊക്കെയോ ടെൻഷനും കാര്യങ്ങളും, അതുകൊണ്ട് ചെറിയൊരു ട്രീറ്റ്മെന്റിന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയെന്ന് പറയുകയാണ്.
പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ താൻ ആരുടെ സഹായം തേടും. ഇനിയിപ്പം ആരും തന്നെ സഹായിക്കാൻ ഇല്ലെങ്കിലും ഉറപ്പായിട്ടും താൻ തന്നെ കല്യാണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് കല്യാണിയുടെ പിതാവായിട്ടുള്ള പ്രകാശൻ. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ഒരു വിശേഷമാണ് നമുക്ക് പ്രൊമോയായിട്ട് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ താങ്ക്